സച്ചി, ഈ നിമിഷം വേണമെങ്കിലും ഞാൻ എന്റെ സമൃദ്ധയെ... എന്താ പറഞ്ഞ? നിങ്ങളുടെ സമൃദ്ധയോ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ... ക്ഷമിക്കണം. സച്ചിയുടെ അച്ഛനെ ഈ നിമിഷം വേണമെങ്കിലും വിട്ടുതരാൻ ഞാൻ തയ്യാറാ. പക്ഷേ പഴയതൊന്നും ഓർമ്മയില്ലാത്ത അവൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന സങ്കടം മനസ്സിലാക്കാനോ സാധിക്കില്ല സച്ചി. കാരണം അവളുടെ ബോധത്തിലും വിശ്വാസത്തിലും അവൾ സമൃദ്ധ. 10 കൊല്ലം അവളുടെ ജീവിതം ഞങ്ങളുടെ കൂടെയായിരുന്നു. പേരുകൊണ്ടാണെങ്കിലും അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ. നിങ്ങളെപ്പോലെ തന്നെ സമൃദ്ധയുടെ മനസ്സ് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതവളുടെ ജീവിതത്തിനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടോണ്ടാവരുത്. അങ്ങനെ വന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സച്ചി, ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. അവളുടെ ലോകത്തിപ്പോ ഞാനും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മോളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവളെ അങ്ങനെ ആക്കിയതാ. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. സച്ചി, വാശിയും വൈരാഗ്യം അല്ല ഇപ്പൊ വേണ്ടത്. അവസരോചിതമായൊരു തീരുമാനമാണ്. അർച്ചന ഇനി സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ഇപ്പൊ താൻ മാത്രമാ. ഇന്നല്ലെങ്കിൽ നാളെ സച്ചിയുടെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ സമയത്ത് അർച്ചന ഓർക്കുന്നത് സച്ചിയെ മാത്രമായിരിക്കും. ആ നിമിഷം അവൾ സച്ചിയുടെ അരികിലേക്ക് ഓടി വരും. 10 വർഷം ഒരുമിച്ച് ജീവിച്ച ഞാനും എന്റെ കുടുംബവും മാത്രമായിരിക്കും അന്ന് അവൾക്ക് അപരിചിതര്. എന്നെ ഓർക്കുക പോലുമില്ല. ആ സമയത്ത് സച്ചി ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ അർച്ചനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സച്ചി ഇല്ലാത്ത ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന് അർച്ചന തീരുമാനിച്ച ആ ഷോക്കിന്റെ ആഘാതത്തിൽ അർച്ചന ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അർച്ചനെ തള്ളിവിടണോ?